ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അപ്പോൾ ഞങ്ങളുടെ ചാനലിന്റെ വക ഹാപ്പി ന്യൂ ഇയർ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ വീഡിയോ സൂറിൽ പോയിട്ട് നമ്മൾ ആമനെ കണ്ടു. അപ്പോൾ അതിന്റെ ബാക്കിയാണ് അഷ്കറയിൽ പോയിട്ട് കല്ലുമ്മക്കായ് പറിക്കുക, ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക. ഈ സെക്കൻഡ് പാർട്ടിൽ ഞങ്ങൾ അഷ്കറയിൽ പോയിട്ട് കല്ലുമ്മക്കായ പറിച്ച് ബിരിയാണി വെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സൂറിലെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രാവിലെ തന്നെ ഫ്രഷായി പുറത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അപ്പോൾ തന്നെ വിചാരിച്ചു തുടക്കം കൊള്ളാലോ, അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം അടിപൊളിയായിരിക്കുന്നു. നല്ല നാടൻ ഫുഡ് കിട്ടുന്ന മലയാളി ഹോട്ടലിൽ തന്നെയാണ് നാശ്ത കഴിക്കാൻ കയറിയത്. ലോകത്തിലെ ഏറ്റവും പഴയ തുറമുഖ നഗരങ്ങളിൽ ഒന്നായ സൂറിലെ ഐജ ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് സൈഡിലൂടെയുള്ള ഈ റോഡ് ട്രിപ്പിൽ മലകൾക്ക് മുകളിലുള്ള വാച്ച് ടവറും ലൈറ്റ് ഹൗസും നീലക്കടലും അതിലൂടെ പോകുന്ന ബോട്ടുകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ വളരെ രസമാണ്. നമ്മളിപ്പോൾ പിങ്ക് ലേക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ശരിക്കും പിങ്ക് കളറിലുള്ള വെള്ളമാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇതിന് പിങ്ക് നിറം കിട്ടിയത് എന്നുള്ളത്. അതിന് മറ്റൊന്നുമല്ല, ഇതിലൊരു പ്രത്യേക തരം ആൽഗകളുണ്ട്. ഡുനാനിയല്ല സലൈന എന്നാണ് അതിൻ്റെ പേര്. അതാണത്ര ഈ വെള്ളത്തിന് പിങ്ക് നിറം കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ അഷ്കറയിൽ എത്തിയിട്ടുണ്ട്. കല്ലുമ്മക്കായ് കിട്ടുന്ന ബീച്ച് ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹാർബർ. ട്രഡീഷണൽ ഒമാനി ഫിഷിംഗ് ബോട്ടുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഞങ്ങളിപ്പോൾ കല്ലുമ്മക്കായ് പറിക്കുന്ന ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ പക്ഷി കടന്ന് പെടയുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് പിടിച്ചു നോക്കുകയാണ്. ഈ പക്ഷി ആരോ ചൂണ്ടയിട്ട് പോയ ഈർമ്പയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് അതിന് പാറാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളത് എടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ അത് പേടിച്ചിട്ട് നല്ല കൊത്തുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയണില്ല. ആളെ കയ്യിലില്ല ആയുധം ഈ കൊക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടച്ചു പിടിച്ചാലുള്ളൂ അതിനും രക്ഷ, നമുക്കും രക്ഷ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശരിക്കും മനുഷ്യരുടെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ള ജീവികൾക്കൊക്കെ നല്ല ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിഷിങ്ങിനൊക്കെ വരുമ്പോൾ ബീച്ചിൽ ടൂൾസ് ഐറ്റംസൊക്കെ ബീച്ചിൽ ഇടാതെ പോവുക. അതേപോലെ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ബീച്ചിലിട്ട് പോവരുത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെ. കല്ലുമ്മക്കായ് പറിക്കാൻ വരുമ്പോൾ ഞങ്ങളെപ്പോഴും ഗൂഗിളിൽ ടൈം ചാർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വരാറ്. വെയിലേറ്റ സമയത്ത് ഇത് പറിക്കാൻ സാധിക്കില്ല, വെയിലിറക്ക സമയത്തുള്ളൂ ഇത് പറിക്കാൻ കഴിയുക. പിന്നെ ഇത് വെറുതെ കൈകൊണ്ട് പറിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ടൂൾസൊക്കെ കരുതിയിട്ടുണ്ട്. കവറ് വേണം. ടൂൾസാണ് കേട്ടോ. ഈ ടൂൾ വേണം, വേണ്ടത് ഈ ടൂൾ വേണം. ഞങ്ങൾ
കല്ലുമ്മക്കായ് പറിക്കാൻ വേണ്ടി പോവാന്ന് കേട്ടപ്പോൾ ബ്രസ്ലിൻ്റെ ബ്രദറും അവൻ്റെ ഫ്രണ്ട് ജുനൈദും ഇത് പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കല്ലുമ്മക്കായ് പറിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയൊക്കെ എങ്ങനെ ഇത് പറിക്കുക എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് നിറയെ സീവീഡ്സ് ആണ്. പാറൻ്റെ മുകളിൽ ഒരു പച്ച ബ്ലാങ്കറ്റ് വിരിച്ചു വെച്ച പോലെ ഉണ്ട് കാണാൻ. അപ്പോൾ കല്ലുമ്മക്കായിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് പല തരത്തിലുണ്ട്. ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും ഉള്ളതുകൊണ്ട് പല വെറൈറ്റീസാണ്. ബ്ലൂ മസിൽസ്, സീബ്ര മസിൽസ്, ഹോഴ്സ് മസിൽസ്. കണ്ടിട്ട് ഇത് ഹോഴ്സ് മസിൽസ് ആണെന്നാണ് തോന്നുന്നത്. ഈ സാധനം കാണുമ്പോൾ എത്ര ചെറുതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വളരെ സ്ട്രോങ് ആണ്. ഇതിനെ നമുക്ക് കല്ലിന്ന് പറിച്ചെടുക്കാൻ, കൈകൊണ്ട് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ശരീരത്തിലുള്ള ഒരു കൂട്ടം ത്രെഡ്സ് ഉണ്ട്. അതാണ് അതിനെ കല്ലിൽ അള്ളി പിടിച്ചിരിക്കാൻ സഹായിക്കുന്നത്. അതിന് ബേസൽ ത്രെഡ്സ് എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും കല്ലുമ്മക്കായൊക്കെ പറിക്കൽ കഴിഞ്ഞു. ഇനി അത് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. ഇവിടുത്തെ വെള്ളം കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഫ്രഷ് വാട്ടർ ഒഴിച്ചിട്ട് കഴുകുകയാണ് ചെയ്യുന്നത്. ഈ ബീച്ചിനോട് ചേർന്നിട്ട് ഒരു പഴയ മസ്ജിദ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വളരെ യൂസ്ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ അഷ്കറ ബീച്ചിനോട് വിട പറയുകയാണ്. ഇവിടുന്ന് കല്ലുമ്മക്കായ് പറിക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ അടുപ്പ് സെറ്റ് ചെയ്യാം. വലിയ തിരക്കും ശല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയിൽ തന്നെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിറക് ഞങ്ങൾ വാങ്ങിച്ചതാണ്. കല്ല് പിന്നെ ഇവിടുത്തെ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ എടുത്തു വെച്ചതാണ്. കല്ലുമ്മക്കായ ഒരു ചെമ്പിലിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് സ്റ്റീം കയറിയാൽ മതി. അപ്പം തന്നെ അത് കുക്കാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഷീറ്റിലേക്ക് മാറ്റുകയാണ്. അവിടെ നിന്നാണ് അതിൻ്റെ ഷെല്ലൊക്കെ പൊളിച്ച് ഫ്ലഷ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. സ്റ്റീം ചെയ്ത കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളിലുള്ള ബൈസൽ ത്രെഡ്സ് ഉണ്ടല്ലോ, താടി പറയണത്, അത് പുറത്ത് വെച്ചിട്ട് ഷെല്ല് അമർത്തി പിടിച്ചിട്ട് വലിച്ചാൽ കയ്യിൽ വരും. അതിൻ്റെ തന്നെ ഒരു ഷെല്ല് കൊണ്ട് മറ്റേ ഷെല്ലിൽ നിന്ന് ഫ്ലഷ് ഈസി ആയിട്ട് അടർത്തിയെടുക്കാം. ആണുങ്ങളെല്ലാവരും കല്ലുമ്മക്കായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോറടിക്കാതിരിക്കാൻ സുലൈമാനിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനും ബ്രസ്ലിയും ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മസാല, പിന്നെ അത് ദമ്മിടുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് തുറന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കല്യാണ തലേന്നത്തെ ചോറ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുന്നതിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 6 വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടി, കുരുമുളക് പൊടി, അല്പം നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്. ഈ മസാലക്കൂട്ടിലേക്ക് കല്ലുമ്മക്കായും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ദമ്മിടാം. കല്ലുമ്മക്കായ് ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്.
അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ബിരിയാണി ചെമ്പൊക്കെ ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളോടും കൂടി ഒന്ന് ചോദിക്കാം എന്താ അവരുടെ അഭിപ്രായം എന്ന്. കൈ